എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. സ്പിരിച്വൽ മോസസിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഗബ്രിയേൽ ദൂതൻ മറിയയുടെ അടുത്ത് പോയി പറയുന്ന ആ ഒരു ഭാഗം നമുക്കറിയാം. നിന്നിൽ ഒരു പുത്രൻ ജനിക്കും. അങ്ങനെ ദൂതൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിയുമ്പോൾ മറിയ പറയുന്ന ഒരു മറുപടി, ഹൗ ഷാൽ ദിസ് ബി? ഇത് എങ്ങനെ സാധിക്കും? എന്താണെന്നറിയോ? മറിയ സാധ്യതകൾ നോക്കുമ്പോൾ മറിയ പറയാണ്, ഞാനൊരു കന്യകയാ, ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. എൻ്റെ ചുറ്റും ഞാൻ കണ്ടിട്ടുള്ളതെല്ലാം സ്ത്രീകൾ വിവാഹം കഴിക്കും, കുറച്ച് നാളൊക്കെ കഴിയുമ്പോഴാണ് അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവുന്നത്. ചിലർ കുറേ നാൾ കാത്തിരിക്കും, ചിലർക്ക് അത്രയും നാൾ കാത്തിരിക്കേണ്ട. പക്ഷേ എന്തായാലും ഇതുപോലെ ഇത്ര പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ലല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ മറിയോട് പറഞ്ഞ ഉത്തരം എന്തെന്നറിയോ? For nothing is impossible with the Lord. ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല. നിങ്ങളിൽ ചിലർ ദൈവം ഈ ദൂതൻ പോയി മറിയോട് പറഞ്ഞ പോലെ ചില ദൂതുകൾ കിട്ടുമ്പോൾ, ചില കാര്യങ്ങൾ ദൈവം സംസാരിക്കുമ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് പറയുമായിരിക്കും, ദൈവമേ ഇത് വല്ലതും നടക്കുന്ന കാര്യമാണോ? ഓരോരുത്തരൊക്കെ എത്ര നാൾ കാത്തിരുന്നിട്ടാ, അല്ല എത്ര നാൾ കാത്തിരുന്നിട്ടാ ഒരു വീട് മേടിക്കുന്നത്, അല്ല എത്ര നാൾ കാത്തിരുന്നിട്ടാ ഒരു ജോലി കിട്ടുന്നത്, എത്ര നാൾ കാത്തിരുന്നിട്ടാ ഒരു 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 ശരിയായ ലൈഫ് പാർട്ട്ണറിനെ അവരുടെ ജീവിതത്തിൽ വരുന്നത്. എനിക്ക് ദൈവം പറയുന്നത് പെട്ടെന്ന് വല്ലതും നടക്കുന്ന കാര്യമാണോ? മറിയ ചോദിച്ച പോലെ ചോദിക്കുന്നവർ നിങ്ങളിൽ പലരും കാണും. മറിയോട് പറഞ്ഞ അതേ ഉത്തരം ദൈവദൂതൻ ഇന്ന് നിങ്ങളോടും പറയാം. For there is nothing impossible with the Lord. ദൈവം പറഞ്ഞ കാര്യമാണോ? ദൈവം നിങ്ങളോട് ചെയ്ത വാഗ്ദത്തമാണോ? ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. സമയത്തിന് മുമ്പ് എന്ന് തോന്നുമാറാകെ, സമയത്തിന് മുമ്പ് അത്ഭുതം നടന്നല്ലോ എന്ന് പറയുമാറാകെ ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. 2025 തീരുന്നതിന് മുമ്പ് തന്നെ 2026 പോകേണ്ട ആവശ്യം വരത്തില്ല. 2027 വരെ കാത്തിരിക്കേണ്ട ആവശ്യം വരത്തില്ല. അതുപോലെ തന്നെ മറിയയുടെ വലിയൊരു വല്യമ്മച്ചിയുണ്ടായിരുന്നു, സാറ. ഈ അമ്മച്ചി ഇതുപോലെ തന്നെ ഒരു ചോദ്യം ചോദിച്ചു. എപ്പോഴാണെന്നറിയോ? മറിയയുടെ അടുത്ത് ദൈവദൂതൻ വന്ന് പറഞ്ഞെങ്കിൽ സാറയുടെ അടുത്ത് ദൈവം തന്നെ ഇറങ്ങി വന്നു. ദൈവവും ദൈവത്തിൻ്റെ കൂടെ 2 ദൂതന്മാരും. ദൈവം പറയാണ്, അടുത്ത വർഷം ഈ സമയത്ത് സാറയ്ക്ക് ഒരു കുഞ്ഞ് ജനിക്കും. അപ്പോൾ ഇത് കേട്ടിട്ട് സാറ ഉറക്കെ പറഞ്ഞില്ല മറിയ പറഞ്ഞതുപോലെ, പക്ഷെ മനസ്സിൽ പറഞ്ഞു, എന്താ ഇത് വല്ലതും സംഭവിക്കുമോ? ഹൗ ഷാൽ ദിസ് ബി? ഇത് വല്ലതും നടക്കുമോ? അങ്ങനെ പറഞ്ഞിട്ടൊരു ചിരി, ഇത് വല്ലതും നടക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ചിരി. ആ ചിരി ദൈവം കണ്ടു. എന്നിട്ട് ദൈവം കൊടുത്ത മറുപടി എന്തെന്നറിയോ? ഈസ് ദർ എനിത്തിങ് ടു ഡിഫിക്കൽട്ട് ഫോർ ദ ലോർഡ്? ദൈവത്തിന് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ദൈവത്തിന് ബുദ്ധിമുട്ടെന്ന് തോന്നുമാറാകെ എന്തെങ്കിലും ഉണ്ടോ? മറിയോട് പറഞ്ഞു ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ലെന്ന് ദൈവദൂതൻ പറഞ്ഞു. പക്ഷെ ദൈവം തന്നെ സാറോട് ചോദിക്കുക, ദൈവത്തിന് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? സാറയുടെ പ്രശ്നം എന്തായിരുന്നെന്നറിയോ? സാറ ദൈവം പറഞ്ഞ ആ ദൂതിനെ നോക്കിയിട്ട് പറഞ്ഞു, ദൈവമേ സമയം കഴിഞ്ഞുപോയി, ഒത്തിരി നാൾ ഞാൻ കാത്തിരുന്നു, ഒത്തിരി നാൾ. നമ്മൾ ചിലരും അങ്ങനെ അല്ലേ, ദൈവം എത്ര നാൾ കാത്തിരുന്നു, അങ്ങ് പറഞ്ഞ വാഗ്ദത്വമൊക്കെയാ, അങ്ങ് പറഞ്ഞതാ, പ്രവചനമൊക്കെ ശരിയായിരിക്കും, പക്ഷേ ഇനിയും അതുപോലെ നടക്കുമോ? 2025 നടക്കുമെന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ 2025 തീരാറായി. ഇനിയിപ്പോൾ ഒരു 5-6 ദിവസമേ ഉള്ളൂ, ഇല്ലേ? ഇന്നിപ്പോൾ എത്രാം തീയതി? നമ്മൾ ഓർക്കും, ദൈവമേ വിരലിൽ എണ്ണാവുന്ന ദിവസം കൂടെ ഉള്ളൂ, ഇനിയിപ്പം ഈ വർഷം കഴിഞ്ഞു പോയി. ഇനിയും അങ്ങ് പറഞ്ഞ വാഗ്ദത്തത്തിന് വേണ്ടി വിശ്വസിച്ച് കാത്തിരുന്നിട്ട് വല്ല കാര്യവുമുണ്ടോ? സമയം കഴിഞ്ഞു പോയില്ലയോ? സാറ പറയുന്നത് പോലെ, ദൈവമേ സമയമൊക്കെ കഴിഞ്ഞു പോയില്ലേ, ഇനി വല്ലതും നടക്കുമോ? ദൈവം പറയാ, ദൈവത്തിന് അസാധ്യമായിട്ട് വല്ലതുമുണ്ടോ? ഈസ് ദർ എനിത്തിങ് ടു ഡിഫിക്കൽട്ട് ഫോർ ദ ലോർഡ്? ഹല്ലേലൂയ. മറിയ ചിന്തിക്കുന്ന പോലെ ദൈവമേ എത്ര നാൾ കാത്തിരുന്നാലാ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും, അതല്ല സാറ ചിന്തിക്കുന്നത് പോലെ ദൈവമേ സമയമൊക്കെ കഴിഞ്ഞു പോയില്ലേ, ഇനിയും വല്ലതും നടക്കുമോ, അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തിയാണെങ്കിലും, നിങ്ങൾ ഏത് ഗ്രൂപ്പിൽ പെടുന്ന ആളാണെങ്കിലും, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ദൈവം നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തമെങ്കിൽ 2025 തീരുന്നതിന് മുമ്പ് ഈ സംഭവം നടന്നിരിക്കും. അത് നിങ്ങളുടെ കേസിൽ എന്താണെങ്കിലും അങ്ങനെ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും. എൻ്റെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. ഹല്ലേലൂയ. ഭാവിയിലേക്ക് അനേക വർഷം മറ്റുള്ളവർ കാത്തിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വരത്തില്ല. ചിലർ 10 വർഷം കാത്തിരിക്കും, ചിലർ 5 വർഷം കാത്തിരിക്കും. നിങ്ങളുടെ കേസിൽ അത് വരുന്ന 10 ദിവസത്തിനകം 5 ദിവസത്തിനകം നടക്കും.
അതല്ല, ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിൽ ഇത്രയും നാൾ കാത്തിരുന്നു, ദൈവമേ സമയം കഴിഞ്ഞു പോയി എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോഴായിരിക്കും ദൈവം പറയുന്നത്, കുഞ്ഞ് സമയം എൻ്റെ കയ്യിലാണ്, ഈ വർഷം തീരുന്നതിന് മുമ്പ് നടക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ പ്ലാൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ വർഷം കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് നടക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.